നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവർക്ക് നേരെ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ, ദുർഗ് ജില്ലകളിൽ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം. ബിലാസ്പൂരിലെ മാതാ ചൗര ചൌക്കിലെ ഒരു ഭവനത്തിൽ 300ഓളം ക്രൈസ്തവർ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയപ്പോഴായിരുന്നു പ്രതിഷേധവുമായി സംഘപരിവാർ സംഘടനകൾ എത്തിയതും ഏറ്റുമുട്ടലുണ്ടായതും. സംഘപരിവാർ നടത്തിയ കല്ലേറിൽ 13 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. സ്ഥലത്തെത്തിയ പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയും 7 ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ മാത്രം കേസെടുക്കുകയും ചെയ്തു. കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 100ഓളം ക്രിസ്ത്യാനികൾ പോലീസ് സ്റ്റേഷൻ വളയുകയും ചെയ്തു. ഇതേസമയം ക്രൈസ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകളും സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ഇരുവിഭാഗവും 10 മണിക്കൂറിലധികമാണ് പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിൽ തുടർന്നത്. അതേസമയം പത്മനാഭ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജയിൽ റോഡിലെ ബഫ്ന മംഗലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുന്നതിനിടെ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ, ഹിന്ദു ജാഗരൺ മഞ്ച് എന്നിവയുടെ പ്രവർത്തകർ ഒരു പ്രാദേശിക പള്ളി വളഞ്ഞതോടെ ദുർഗിലും സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി. തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണം നടന്നത്. പ്രയർ ടവറിനു ചുറ്റും മുദ്രാവാക്യം വിളിക്കുകയും സുവിശേഷ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. മതപരിവർത്തന ആരോപണങ്ങൾ ക്രിസ്ത്യൻ നേതാക്കൾ ശക്തമായി തള്ളിക്കളഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആക്രമണം, ദുരുപയോഗം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇരുവിഭാഗത്തിൽ നിന്നുമായി 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു.